ഹലോ ഹലോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അശോക ആൻഡ് ദ പോളിസി ഓഫ് ധമ്മ ആൻഡ് ഡിക്ലൈൻ ഓഫ് മൗര്യൻ എംപയർ. മൗര്യൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ച, അശോകൻ്റെ ധമ്മ നയം എന്നീ ടോപ്പിക്കുകളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അശോകൻ ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം ബിന്ദുസാരൻ വന്നു. അതിനുശേഷം മൂന്നാമത്തെ ഭരണാധികാരിയായിട്ടാണ് അശോകൻ മൗര്യൻ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി മാറുന്നത്. ചന്ദ്രഗുപ്തൻ്റെ പൗത്ര ഗ്രാൻഡ്സൺ ആണ് ഇദ്ദേഹം. വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപനായി മാറി. വലിയൊരു വിസ്തൃതമായ സാമ്രാജ്യം അശോകന്റെ കാലഘട്ടത്തിൽ മൗര്യന്മാർക്കുണ്ടായിരുന്നു. വലിയ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വലിയ ബ്യൂറോക്രസി, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഒരുപാട് ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്. പാടലിപുത്ര കേന്ദ്രമാക്കി ഭരിച്ചുകൊണ്ടിരുന്നു. പാടലിപുത്രമായിരുന്നു ഭരണത്തിന്റെ കേന്ദ്രം. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ കുറെ സംഭവ വികാസങ്ങൾ, പ്രധാനമായും കലിംഗ യുദ്ധം, അതിന് ശേഷം ഉണ്ടായ ബുദ്ധമതത്തിലേക്കുള്ള മതപരിവർത്തനം എന്നുള്ളതൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. BC 260-260കളിലാണ് അദ്ദേഹം കലിംഗയിലേക്ക് വലിയൊരു മിലിറ്ററി എക്സ്പെഡിഷൻ നടത്തുന്നത്. ഏകദേശം 1.5 ലക്ഷത്തോളം സൈനികരുമായിട്ട് കലിംഗ ആക്രമിക്കുന്നു. കലിംഗ എന്ന് പറയുന്നത് ഇന്നത്തെ ഒറീസയാണ്. ഒരു 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 വലിയ മനുഷ്യ കൂട്ടക്കുരുതി, ഒരു ജിനോസൈഡ്, ഒരു വലിയ വംശഹത്യ പോലെ തന്നെയാണ് ഒറീസയിൽ അല്ലെങ്കിൽ കലിംഗയിൽ അശോകൻ നടത്തിയത്. ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ കലിംഗയിൽ ഒരുപാട് ആളുകൾക്ക് മരണപ്പെട്ടതുകൊണ്ടും പരിക്ക് പറ്റിയത് കൊണ്ടുമുള്ള ഒരു കാഴ്ച അശോകൻ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായി എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അങ്ങനെയാണ് അദ്ദേഹം സാവകാശം ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ശാസനങ്ങളിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, കലിംഗ യുദ്ധത്തിന് ശേഷമാണ് അദ്ദേഹം പോളിസി ഓഫ് ധമ്മ അല്ലെങ്കിൽ ബുദ്ധമതത്തിന്റെ പ്രോത്സാഹനവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് അദ്ദേഹം മാറുന്നത്. അശോകൻ ബുദ്ധമതത്തിന്റെ പിന്നീട് ഈ കലിംഗ യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതം ബുദ്ധമതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടിയാണ് കൂടുതലും ചെലവഴിക്കുന്നത്. ബുദ്ധമതത്തിന്റെ അടിസ്ഥാന തത്വമായ നോൺ വയലൻസ്, ഒന്നിനെയും ഹിംസിക്കാതിരിക്കുക എന്നുള്ള ആശയം മുറുകെ പിടിക്കുക, ഒരു തരത്തിലുള്ള ഹത്യ അല്ലെങ്കിൽ എനി ഫോം ഓഫ് കില്ലിങ് ആൻഡ് ഈറ്റിംഗ് ഓഫ് മീറ്റ്, മാംസം കഴിക്കുന്നത് ഒക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അത് അദ്ദേഹം അത്തരം ആശയങ്ങൾ, ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഈ ആശയങ്ങളെല്ലാം തൻ്റെ പ്രജകളിലേക്ക് കൂടി എത്തിക്കുന്നതിനുള്ള ഒരുപാട് വിളംബരങ്ങൾ, അതുപോലെ തന്നെ ശിലാശാസനങ്ങളായിട്ട് വ്യാപകമായി പില്ലർ ഇൻസ്ക്രിപ്ഷൻസ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ രൂപപ്പെടുത്തി. അശോകന്റെ ശാസനങ്ങൾ എന്ന് പൊതുവെ അറിയപ്പെടുന്നത്. അങ്ങനെ വ്യാപകമായി കുറെ സ്തംഭങ്ങളിൽ, അതുപോലെ തന്നെ പല ശിലാഭാഗങ്ങളിൽ, റോക്കുകളുടെയൊക്കെ ചുമർ ഭാഗങ്ങളിൽ എല്ലാം വ്യാപകമായി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, ബുദ്ധമത തത്വങ്ങൾ ഒക്കെ അദ്ദേഹം ജനങ്ങൾക്ക് അല്ലെങ്കിൽ പബ്ലിക്കിന് അഡ്രസ്സ് ചെയ്തുകൊണ്ടും അതോടൊപ്പം ബുദ്ധമത സംഘങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുമുള്ള അശോകന്റെ ശാസനങ്ങൾ വ്യാപകമായിട്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നുള്ളത് സാരനാഥിലെ സ്തംഭമാണ്. ഈ സാരനാഥിലെ സ്തംഭമാണ് പിന്നീട് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് സ്വീകരിക്കപ്പെട്ടത്. അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ബുദ്ധമത മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൈക്കൊണ്ട ഒരു നയം പൊതുവെ ധമ്മ നയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അശോകനെ മഹാനായ ഒരു അശോകൻ എന്ന പേരിലേക്ക് മാറ്റുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മഹത്വം അദ്ദേഹത്തിന് ഉണ്ടാക്കുന്നതിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അദ്ദേഹം ഫോളോ ചെയ്ത ധമ്മ നയമാണ്. ലോകത്തിലെ മഹാനായ ചക്രവർത്തിയായിട്ട് അശോകനെ കണക്കാക്കുക. അതുപോലെ അക്ബർ എന്ന ചക്രവർത്തി അദ്ദേഹത്തിന്റെ മതനയം തന്നെയാണ്, അല്ലെങ്കിൽ സഹിഷ്ണുതാപരമായ അദ്ദേഹത്തിന്റെ നയമാണ് അദ്ദേഹത്തെ മഹാനായ ഭരണാധികാരിയാക്കി മാറ്റിയത്. അതുപോലെ തന്നെയാണ് അശോകന്റെ കാര്യത്തിലും. അപ്പം അദ്ദേഹത്തിന്റെ ബുദ്ധമതാശ്ലേഷണവുമായി ബന്ധപ്പെട്ടാണ് ധമ്മ നയം നിലകൊള്ളുന്നത്. അദ്ദേഹത്തിന്റെ ഈ ധമ്മ നയത്തിൽ, ഈ വസ്തുതകളിലെല്ലാം, അല്ലെങ്കിൽ ഈ നയം യഥാർത്ഥത്തിൽ ബുദ്ധമതത്തിന്റെ ചില ചിന്തകളും ബോധനങ്ങളുമാണ്. ധമ്മ എന്ന വാക്ക് പ്രാകൃത ഭാഷയിലുള്ള വാക്കാണ്. സംസ്കൃത ഭാഷയിലേക്ക് ധർമ്മ എന്ന് പറയും. ഇതിന്റെ അർത്ഥം നന്മ, നല്ല പ്രവൃത്തി, ദയ,
ധാർമ്മിക ജീവിതം എന്നുള്ളതാണ്. ധാർമ്മികമായ ഒരു അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഒരു ആദർശ ജീവിതം കൈക്കൊള്ളുന്നതിനുള്ളൊരു നയമാണ് ധമ്മനയം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സാരനാഥിലെ അശോക സ്തംഭം, അതാണ് പിന്നീട് ഇന്ത്യയുടെ ദേശീയ എംബ്ലമായി സ്വീകരിക്കപ്പെട്ടത്. അപ്പോൾ ധമ്മനയത്തിന്റെ അടിസ്ഥാനം പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് പറയുന്നത്. ഒരുപാട് വസ്തുതകളുണ്ട്, ഒരുപാട് ശാസനങ്ങളിൽ പല പഠനങ്ങൾ അല്ലെങ്കിൽ പല ബോധനങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. പ്രധാനമായും അനിമൽ സാക്രിഫൈസ് പ്രൊഹിബിറ്റ് ചെയ്യുക, നോൺ വയലൻസ് എന്ന വസ്തുതയുടെ ഒരു തത്വത്തിന്റെ ഭാഗമാണ് ഈ അനിമൽ സാക്രിഫൈസ് ഇല്ലാതാക്കുക. അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള അർത്ഥശൂന്യമായിട്ടുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒഴിവാക്കുക, മൃഗബലി നിരോധിക്കുക, അതുപോലെ തന്നെ എല്ലാ ആളുകളെയും ഒരു മാനുഷികമായിട്ടുള്ള പരിഗണന എല്ലാ ആളുകൾക്കും കൊടുക്കുക. എല്ലാ മതവിഭാഗങ്ങളോടും, ജാതി വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എല്ലാ ജാതി മതവിഭാഗങ്ങളോടും സഹിഷ്ണുതാപരമായ നിലപാടിലേക്ക് ഇടപെടലേക്ക് വരിക. ദെൻ ധമ്മമഹാമാത്രാസ് എന്ന് പറയുന്ന ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹം നിയമിച്ചിട്ടുണ്ട്. അങ്ങനെ അവരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ശാസനങ്ങളുണ്ട്. ധമ്മയാത്രകൾ, ഇതിനു വേണ്ടിയിട്ടുള്ള രാജാവ് അല്ലെങ്കിൽ അശോകൻ അദ്ദേഹത്തിന്റെ പരിവാരങ്ങളുമായിട്ടുള്ള ഈ ദർശനങ്ങൾ പ്രചരിപ്പിക്കാനുള്ള യാത്രകൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സോഷ്യൽ വെൽഫെയർ പോളിസീസ് അദ്ദേഹത്തിന്റെ കാലഘട്ടങ്ങളിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ദെൻ റീപ്ലേസ്മെന്റ് ഓഫ് ബെരിഘോഷ ബൈ ധമ്മഘോഷ, അഥവാ യുദ്ധവിജയം എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് മാറി ധമ്മഘോഷത്തിലേക്ക് മാറുക, അല്ലെങ്കിൽ ധാർമ്മികമായ വിജയത്തിലേക്ക് മാറുക എന്ന ആശയം ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ധമ്മനയത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഇനി ഇതെങ്ങനെ അശോകൻ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട വസ്തുത. അദ്ദേഹം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഒരു മാർഗം, മീൻസ് ഓഫ് പ്രൊപ്പഗേഷൻ, എങ്ങനെ പ്രചരിപ്പിക്കാനുള്ള മാർഗം, ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ശാസനങ്ങളാണ്. ഈ ശാസനങ്ങൾ അത് എൻഗ്രേവ് ചെയ്തു പല ശിലകളിൽ, മേജർ റോക്ക് ഇഡക്റ്റുകളായിട്ട് കുറെ ഉണ്ട്, ചെറിയ ശാസനങ്ങളുണ്ട്, സ്തംഭ ശാസനങ്ങൾ, പില്ലർ ഈഡിക്റ്റുകൾ, ഇങ്ങനെ കുറെ ഈഡിക്റ്റുകളിലായിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ ആശയങ്ങൾ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഈ ശാസനങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട് ചരിത്രകാരന്മാർ. ഒന്ന് പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്യുന്നതാണ്, എല്ലാ ആളുകൾക്കും അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള കുറെ ധാർമ്മികമായ നിലപാടുകളാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം ബുദ്ധമത സംഘങ്ങളെ, ബുദ്ധിസ്റ്റ് സംഘങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന കുറെ ശാസനങ്ങൾ കൂടിയുണ്ട്. രണ്ടാമത്തെ ഒരു വിഭാഗം ധമ്മമഹാമാത്രാസ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഓഫീസർമാർ. ദർ സ്പെഷ്യൽ ഓഫീസേഴ്സ് അപ്പോയിന്റഡ് ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾസ്. അവരാണ് ധമ്മമഹാമാത്രാസ്. അവരെ നിയമിച്ചുകൊണ്ട് അവർ വഴി ഈ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ധമ്മയാത്രകൾ നടത്തി. രാജാവ് തന്നെ ഒന്നുകൊണ്ട്, അല്ലെങ്കിൽ രാജാവിന്റെ താല്പര്യപ്രകാരം അദ്ദേഹം നിയമിച്ച ധമ്മമഹാമാത്രാസ് ഒക്കെ ഉൾക്കൊള്ളുന്ന ആളുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ധമ്മയാത്രകൾ അദ്ദേഹം നടത്തി. ഇതിലൂടെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഒരുപാട് ഈ മിഷണറീസിനെ പല രാജ്യങ്ങളിലേക്കും, ശ്രീലങ്കയിലേക്ക്, അതുപോലെ തന്നെ ഈ വെസ്റ്റ് ഏഷ്യയിലേക്ക്, പല പ്രദേശങ്ങളിലേക്കും ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള പ്രതിനിധികൾ അദ്ദേഹം അയച്ചിട്ടുണ്ട്. ഇത്തരം മാർഗങ്ങളിലൂടെയാണ് അദ്ദേഹം ധമ്മനയം വ്യാപകമായി ആ കാലഘട്ടങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നത്. ഇനി പറയാനുള്ളത് മൗര്യൻ സാമ്രാജ്യത്തിന്റെ അധപ്പതനം, എൻഡ് ഓഫ് മൗര്യൻ എംപയർ. ആദ്യത്തെ ഒരു 3 ഭരണാധികാരികൾക്ക് ശേഷം ചന്ദ്രഗുപ്ത മൗര്യ, ബിന്ദുസാര, അശോക, അതിനുശേഷം അശോകന്റെ കാലഘട്ടം മുതൽ തന്നെ ഒരു ഡിക്ലൈനിങ് പീരിയഡ്, ഒരു തകർച്ചയുടെ കാലഘട്ടം മൗര്യൻ സാമ്രാജ്യത്തിൽ ആരംഭിക്കുകയും അത് അവസാനം 185 BC ബൃഹദ്രഥൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ സൈനിക കമാൻഡറായിട്ടുള്ള പുഷ്യാമിത്ര സുംഗൻ അദ്ദേഹത്തെ വധിച്ചുകൊണ്ട്, ബൃഹദ്രഥനെ വധിച്ചുകൊണ്ട് സുംഗ രാജവംശം സ്ഥാപിക്കുന്നതോടു കൂടിയാണ് മൗര്യൻ സാമ്രാജ്യം പൂർണ്ണമായി അധപ്പതിക്കുന്നത്. ഇനി ഇതിലേക്കുള്ള കാരണങ്ങൾ, ഓരോ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വീക്ക് സക്സസേഴ്സ് ഓഫ് അശോക, അശോകന്റെ പിൻഗാമികളുടെ ഒരു പോരായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അശോകന്റെ പിൻഗാമികളെല്ലാം ദുർബലരായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു സാമ്രാജ്യത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിവുള്ളവരായിരുന്നില്ല. അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള
ശേഷി അവർക്കുണ്ടായിരുന്നില്ല. അവസാനത്തെ ഭരണാധികാരിയായ ബൃഹദ്രഥനെ അദ്ദേഹത്തിന്റെ തന്നെ സൈനിക കമാൻഡർ വധിച്ചു. അങ്ങനെ വധിക്കുന്നതിലേക്ക് ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ ബൃഹദ്രഥന്റെ തന്നെ ഒരു വീക്ക്നെസ് തന്നെയാണത്. ദെൻ ആദ്യത്തെ 3 ഭരണാധികാരികളാണ് നല്ല അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്സെപ്ഷണൽ എബിലിറ്റി ഉണ്ടായിരുന്ന ഭരണാധികാരികൾ. അതിനുശേഷം മൗര്യൻ സാമ്രാജ്യത്തിന്റെ തകർച്ച ഏകദേശം ഒരു 50 വർഷങ്ങളോളം അശോകന് ശേഷം നിലനിന്നുവെങ്കിലും ഈ കാലഘട്ടങ്ങളിൽ 5-6 ഭരണാധികാരികൾ ഭരിച്ചു. അവരൊന്നും പ്രായോഗികമായി അല്ലെങ്കിൽ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഭരണാധികാരികളായിരുന്നില്ല. അടുത്തൊരു കാരണം വാസ്റ്റ്നെസ് ഓഫ് ദി എംപയർ. സാമ്രാജ്യത്തിന്റെ ഒരു വ്യാപ്തി, വലിയ വ്യാപ്തിയുള്ളൊരു സാമ്രാജ്യമായിരുന്നു മൗര്യൻ സാമ്രാജ്യം. അതിന്റെ മാപ്പ് നിങ്ങൾ കണ്ടതാണ്. അപ്പൊ ഇത്ര വലിയ വ്യാപ്തിയുള്ളൊരു സാമ്രാജ്യം ഭരിക്കണമെങ്കിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർമാർ വേണം. അതുകൊണ്ട് തന്നെ അതിന്റെ വ്യാപ്തി ഇതിന്റെ തകർച്ചയ്ക്കുള്ള ഒരു കാരണമായി മാറുന്നു. The extent of the empire become the weakness of the empire. It's a weakness. അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രശ്നം, പ്രത്യേകിച്ചും വളരെ പുരാതന കാലഘട്ടമാണ്. വലിയൊരു സാമ്രാജ്യത്തില് കേന്ദ്രഭരണത്തിൽ കേന്ദ്ര പ്രദേശത്തിൽ നിന്നുകൊണ്ടും പ്രവിശ്യകളെ ഭരിക്കുക എന്ന് പറയും, പ്രവിശ്യകൾക്ക് നിർദ്ദേശം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ സാധ്യമല്ലാത്തത് കൊണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നമാണ്. അത് വ്യാപകമായൊരു പ്രദേശമുള്ളത് കൊണ്ട് അത് എളുപ്പത്തിൽ സാധ്യമായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഡിസ്റ്റൻസ് പ്രോവിൻസ്, വളരെ ദൂരമുള്ള പ്രവിശ്യകളെ ഭരിക്കുന്നതിലേക്കുള്ള ഒരു അപ്രായോഗികതയും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. വീക്ക് സെന്റർ അണ്ടർ എ വീക്ക് കിങ് കുഡ് നോട്ട് ഗവേൺ ദ വാസ്റ്റ് എംപയർ. അശോകന് ശേഷമുള്ള ഭരണാധികാരികൾ ദുർബലരായിരുന്നു. അപ്പോൾ ദുർബലരായിട്ടുള്ള ഒരു കേന്ദ്രഭരണം ഉണ്ടാവുമ്പോൾ തന്നെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള സാമ്രാജ്യത്തെ നിലനിർത്താൻ സാധിക്കുകയില്ല. ദെൻ ഹൈലി സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, ഒരു വളരെ കേന്ദ്രീകൃതമായ ഭരണ സംവിധാനമാണ് മൗര്യന്മാർക്കുള്ളത്. അത് തന്നെയാണ് അതിൻ്റെ തകർച്ചയ്ക്കുള്ളൊരു കാരണമായിട്ട് പ്രശസ്ത ചരിത്രകാരി റോമില താപ്പർ പറയുന്നത്. ദ ഹൈലി സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ അണ്ടർ മൗര്യസ് became a problem with the later Mauryan kings, who were not as efficient administrators as their predecessors. അപ്പം വളരെ കേന്ദ്രീകൃതമായൊരു ഭരണ സംവിധാനം നിലനിർത്തണമെങ്കിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഭരണാധികാരികൾ ആവശ്യമാണ്. അത്ര ഭരണാധികാരികൾ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഇറ്റ്സെൽഫ് വൺ ഓഫ് ദ ഫേവറബിൾ റീസൺ ഫോർ ഡിക്ലൈൻ. ചന്ദ്രഗുപ്ത മൗര്യനോ അദ്ദേഹത്തിന് ശേഷമുള്ള ബിന്ദുസാരനോ അശോകനോ ശേഷമുള്ള ഭരണാധികാരികൾക്കൊന്നും ഭരണ സംവിധാനത്തെ നല്ല തരത്തിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. അത് സ്വാഭാവികമായും ഒരു തകർച്ചയ്ക്കുള്ള ഒരു കാരണമായി മാറുന്നു. ദെൻ ഇൻഡിപെൻഡൻസ് ഓഫ് പ്രോവിൻസസ്, പ്രവിശ്യകളിൽ സ്വാതന്ത്ര്യം നേടും. പ്രവിശ്യകൾ സ്വതന്ത്രമാകുന്ന ഒരു ടെൻഡൻസി അശോകന്റെ കാലഘട്ടത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അശോകന്റെ മരണത്തിന് ശേഷം കേന്ദ്ര പ്രദേശത്തിന്റെ ഒരു ഹോൾഡ്, പ്രവിശ്യകളിലേക്കുള്ള ഒരു ഹോൾഡ് നഷ്ടപ്പെടുകയും അത് പ്രവിശ്യകളെ ദുർബലപ്പെടുത്തുകയും പ്രവിശ്യകൾ ഓരോന്നായി സ്വാതന്ത്ര്യം നേടുന്നതിലേക്ക് വഴിവെക്കുകയും ചെയ്തു. കാശ്മീർ സ്വാതന്ത്ര്യം നേടി അശോകന്റെ കാലഘട്ടത്തിന് ശേഷം. അശോകൻ പിടിച്ചെടുത്ത കലിംഗ പിന്നീട് ഒരു സ്വതന്ത്ര രാജ്യമായി മാറി. വീരസേന, ഗാന്ധാര പ്രദേശത്ത് വീരസേനൻ തിബറ്റൻ റെക്കോർഡുകളിൽ പറയുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ മഗധെ, വിദർഭ പ്രദേശം കൈയടക്കി. അങ്ങനെ പല പ്രദേശങ്ങൾ, പ്രവിശ്യകൾ അല്ലെങ്കിൽ റിമോട്ടായിട്ടുള്ള പല പ്രദേശങ്ങളും സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് സ്വാതന്ത്ര്യം നേടുകയും അങ്ങനെ ഈ ഒരു ടെൻഡൻസി കൂടിയതോടുകൂടി അത് മൗര്യൻ സാമ്രാജ്യത്തെ വളരെ മോശമായി ബാധിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം വൈദേശിക ആക്രമണമാണ്. ആദ്യത്തെ 3 ഭരണാധികാരികളുടെ കാലഘട്ടങ്ങളിൽ വൈദേശിക ആക്രമണങ്ങളെ വളരെ കൃത്യമായി ചെറുക്കാൻ, പ്രതിരോധിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാര്യമായ വൈദേശിക ഇടപെടലുകൾ ഒന്നും ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അശോകന് ശേഷം സാമ്രാജ്യത്തിൽ സ്പ്ലിറ്റ് ഉണ്ടാവുകയും അത് മുതലാക്കി ഒരു ഗ്രീക്ക് ആക്രമണങ്ങൾ മൗര്യൻ സാമ്രാജ്യത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ഗ്രീക്ക് ഭരണാധികാരിയായ ആന്റിയോക്കസിന്റെ ആക്രമണം ഉണ്ടാവുന്നു. പിന്നീട് വിദേശ ഗോത്രങ്ങളായിട്ടുള്ള ഇൻഡോ ഗ്രീക്കുകാര്, ശകന്മാര്, കുഷാനന്മാർ